ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്മിനെ അതുപോലെ തന്നെ സഫയും കുറിച്ചാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഫസ്മിനയുടെ ബർത്ത്ഡേ ആയിരുന്നു. കുറേയധികം വിഷ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ സഫയെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്മിനയുടെ കൂടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഫസ്മിന എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേയധികം രീതിയിൽ കമൻസൊക്കെ അവർ രണ്ടുപേരെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഈ ഒരു ഫസ്മിനെയും അതുപോലെ തന്നെ സഫയും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ മാറി മാറി കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്മിന പറഞ്ഞൊരു കാര്യം, ലല്ലുവിൻ്റെ കൂടെയാണ് ഈ ഒരു സഫ എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ സഫ ഉണ്ടെങ്കിൽ തിരിച്ചും ഫസ്മിനയ്ക്കെതിരെ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ പേരിൽ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറേയധികം പേര് ഫസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേയധികം പേര് സഫയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ കുറേ നാളിങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നതൊക്കെ നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒന്നിച്ചു എന്നൊക്കെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫസ്മിന ലൈവിൽ വന്നപ്പോഴാണ് കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സഫയായിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരുമിച്ച് പോയത്, എന്താണ് കാരണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്മിന പറഞ്ഞത് സഫ പറയുമെന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ സഫ ഇതേ കണക്ക് ലൈവിൽ വന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ സഫ പറയുന്നത് ഫസ്മിന പറയുമെന്നാണ്. എന്തായാലും രണ്ടുപേരും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഇവർ നാടകം കളിച്ചാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും അതൊന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഇവർ ഒരുമിച്ചാണ് എന്നുള്ള കാര്യം മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ.